എനിക്ക് വന്ന നല്ലൊരു ചോദ്യം, ഇത് ഒരു ചോദ്യമല്ല, ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പല പല ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളായിട്ടുള്ള വയസ്സായവർ മരണശൈലിയിലേക്ക് കിടക്കുന്നു, വാർദ്ധക്യ സഹജമായിട്ട്. ചിലപ്പോൾ ചിലർ മാരക രോഗങ്ങളൊക്കെ പിടിവിട്ടും ഇതേപോലെ പൂർണ്ണമായി മരണം ആഗ്രഹിച്ച് അല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ചില കേസുകളിലൊക്കെ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, ഇത് രക്ഷപ്പെടാൻ വഴിയില്ല, ഇത് എന്തായാലും റിക്കവറായി വരൂല. അങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഇപ്പം മൂക്കിൽ കൂടെയും വായി കൂടെയൊക്കെ ട്യൂബൊക്കെ ഇട്ടും മലമൂത്ര വിസർജനത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഇവർ പൂർണ്ണ കിടപ്പായിരിക്കും. ശരിക്കും സംസാരിക്കാൻ പോലും ചിലപ്പം ചിലർക്ക് ശേഷി കാണൂല. ചിലർക്ക് അവരുടെ വികാരങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഒരു കോമാ സ്റ്റേജ് പോലെയൊക്കെ ചിലർ കിടക്കാറുണ്ട്, ഒരു ഉപയോഗമില്ലാതെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇത് അവരുടെ കർമ്മഫലമാണോ? പക്ഷെ ഇങ്ങനെ കിടക്കുന്നവർക്ക് മിണ്ടാതെ കിടന്നാൽ മതി. കൂടെയുള്ള മക്കളും അല്ലെങ്കിൽ ചെറുമക്കളൊക്കെയാണ് ഇതിനുവേണ്ടി ധനം കളയുകയും ഒരുപാട് കഷ്ടങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നവരെല്ലാം കൂടെയുള്ളവരാണ്. അപ്പൊ ഇത് കൂടെയുള്ളവരുടെ കർമ്മഫലം അനുഭവിക്കലാണോ? ഇനി അത് മാത്രമല്ല, ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, ഇവരൊരിക്കലും തിരിച്ചു കയറി വരൂല, എത്ര നാൾ വേണം നിങ്ങൾക്ക് നോക്കാം എന്ന രീതിയിലാണ് ഡോക്ടർമാര് നമ്മളെ പറഞ്ഞു വിടുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവരെ നമ്മളിങ്ങനെ എക്സ്ട്രാ മെഷീനൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ശ്വാസം, കിഡ്നിയുടെ ഡയാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവരെ ഇങ്ങനെ കാശ് മുടക്കി നാളുകൾ തോറും ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ജീവിക്കുന്നോ എന്ന് വെച്ചാൽ ജീവിക്കില്ല, മരിച്ചോ എന്ന് വെച്ചാൽ മരിക്കുകയില്ല. ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് പ്രകൃതിയുടെ നിയമത്തിൽ തെറ്റാണോ? ശരിക്കും മക്കളുടെ ആ അമിതമായ സ്നേഹത്താലും അല്ലെങ്കിൽ കടമ അവരെയൊക്കെ ഇങ്ങനെ നോക്കണം എന്ന കടമയിലല്ലേ മക്കൾ ഇത് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊരു കടമയല്ലേ? ഇങ്ങനെ പല 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 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവരെ മരിക്കാൻ അനുവദിക്കാതെ നമ്മളായിട്ട് പിടിച്ചു വെക്കുന്നു എന്ന ഒരു തെറ്റ് പ്രകൃതിയുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? കാര്യം മരിക്കേണ്ട സമയമായിട്ടും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പണവും മുടക്കി നമുക്ക് അവരുടെ അറ്റാച്ച്മെന്റ് കാരണം നമ്മളാണ് അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുന്നത്, ചുമ്മാ ചികിത്സിച്ച് വെക്കുന്നത്. അപ്പൊ ഈ ഇക്കൂട്ടർ ശരിക്കും മരണം ആഗ്രഹിക്കുകയല്ലേ? അപ്പൊ അങ്ങനെ കിടക്കുന്നവരുടെ അവസ്ഥ ശരിക്കും എന്താണ്? അവർ വെറുതെ അങ്ങനെ കിടക്കുന്നതാണോ? കാരണം പലരും ആ ഒരു കിടപ്പത്തിൽ ഒരു അവശബ്ദം പോലെ ഞരങ്ങുകയും, ഇപ്പൊ ചിലരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുടെ പിന്നിലെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചാണ് ഇപ്രാവശ്യം ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഇത് കർമ്മഫലം ഇത് ആരെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കൂട്ടരും അനുഭവിക്കുന്നു. ഒന്ന്, ഈ രോഗി ആയിട്ട് കിടക്കുന്ന ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഈ രോഗിയായിട്ട് അറ്റാച്ച്ഡായി നിൽക്കുന്ന ബാക്കി കുടുംബത്തിലുള്ളവരും ഇത് അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരാണോ ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടം, ത്യാഗം സഹിക്കുന്നത്, അവരുടെ ഒരുപാട് കർമ്മഫലങ്ങൾ ഇതിലൂടെ ബാലൻസ് ആയി പോകും. അപ്പം അത് ഒരു വശമുണ്ട്. ഇനി ഈ രോഗി ഇങ്ങനെ കിടക്കുമ്പോഴും ഇപ്പൊ ചിലരുടെ അടുത്ത് ചോദിക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നവർക്ക് മിണ്ടാതെ കിടന്നാൽ പോരെ, കൂടെയുള്ളവരല്ലേ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ചോദ്യം വന്നത്, ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് മരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങ് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? കാരണം അങ്ങനെ ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്വന്തം അച്ഛനായാലും അമ്മയായാലും പെട്ടെന്ന് മരിക്കട്ടെ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്തുള്ള ശരിക്കുള്ള വശങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇതാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഈ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കും. ഒന്ന്, നമുക്ക് നമ്മുടെ കടമ ചെയ്യാൻ വയ്യാതെ ഈ വ്യക്തിയുടെ നല്ലൊരു സമയത്ത് വ്യക്തിയിൽ നിന്നും ആദായവും സ്നേഹവും ഒക്കെ മാക്സിമം വാങ്ങിച്ച് സുഖിച്ച് ജീവിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കർമ്മത്തിന്റെ ഫലം ബാലൻസ് ചെയ്യാൻ കാണും. അത് കാരണം വയസ്സാം കാലത്ത് ഇങ്ങനെ ചില അവസ്ഥകൾ വരുമ്പോ നമുക്കിതൊരു ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുള്ളിയെ മരിച്ചാൽ മതിയേ, കാരണം നമുക്കൊരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ താല്പര്യമില്ല. കാരണം ഇത്രയും നാളെ സുഖിച്ച് ജീവിച്ചു, കുഴപ്പമില്ലാതെ പോയി, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് മടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. പക്ഷേ ആ വ്യക്തിയോടുള്ള സ്നേഹ കാരണം അല്ലെങ്കിൽ അതൊരു ആത്മാവ് കടന്ന് ഞരങ്ങുകയല്ലേ, വിഷമിക്കുകയല്ലേ എന്ന് വിചാരിച്ച് എത്രയും പെട്ടെന്ന് അയാളായിട്ട് കഷ്ടപ്പെടുത്താതെ, കാരണം നമ്മൾ റെഡിയാണ്, ഇനിയും പരിചരിക്കാൻ നമ്മൾ റെഡിയാണ്, അതിനുള്ള മനസ്സ് നമുക്കുണ്ട്. പക്ഷേ ഈ അനുഭവിക്കുന്ന ആൾ ഇങ്ങനെ അനുഭവിക്കുകയല്ലേ, അയാൾ വിട്ടുപോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദൈവം എത്രയും പെട്ടെന്ന് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവാണ്. ഇപ്പൊ രണ്ടും അതിന്റെ അകത്ത് ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥന തന്നെ രണ്ട് വശങ്ങളുള്ളൂ. ഒന്ന്,
അയാളെ പരിചരിക്കാൻ വയ്യാതെ നമുക്ക് ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്ന് വിചാരിച്ചും കൊണ്ടുള്ള ഒരു പ്രാർത്ഥന തെറ്റ്. എന്നാൽ നമ്മൾ അയാളെ പരിചരിക്കാൻ റെഡിയാണ്. പക്ഷെ അയാളുടെ ആ അവസ്ഥ കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം കാരണം നമുക്ക് ഭയങ്കരമായ വിഷമം വരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കറക്റ്റാണ്. ഇത് രണ്ടായാലും മരിക്കാൻ സമയമായാൽ അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ ബാലൻസ് ആയാലേ അവിടെ മരണം സംഭവിക്കുള്ളൂ. ഇപ്പം പരിചരിക്കുന്ന നമുക്കും കുറച്ച് ബാലൻസ് ആവാനുണ്ട്. ആ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് പറ്റിപ്പോയ തെറ്റുകളോ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളോ എന്താണെങ്കിലും കുറെയൊക്കെ പുള്ളി ബാലൻസ് ചെയ്യാനുണ്ട്. കാരണം ഇവിടെ എത്രത്തോളം ബാലൻസ് ആവും അത്രത്തോളം മരണശേഷം ഈ മറ്റ് നരകം എന്ന ഡയമെൻഷനിലുള്ള ആ കഷ്ടം അനുഭവിക്കുന്നത് ഒരുപാട് കുറയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചാൽ മറ്റ് നരക ഡയമെൻഷനിൽ 1000 വർഷം നമ്മൾ രക്ഷപ്പെട്ടതിന് തുല്യം ആ ഒരു അവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു റിഡക്ഷൻ കിട്ടും. നമുക്ക് ഒരു ദിവസവും കൂടെ ഭൂമിയിൽ അനുഭവിച്ചാൽ അത്രയും നല്ലത്. അപ്പം ഇത് നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവം ആ മറ്റദൃശ്യ ശക്തികളിലൂടെ നമ്മളെ ഭൂമിയിൽ ഓരോ ദിവസവും കഷ്ടം തരുന്നെങ്കിൽ അതിന് മനസ്സിലായിക്കൊള്ളണം, ഈ നമ്മൾ പറ്റിപ്പോയ തെറ്റുകൾക്കോ അബദ്ധങ്ങൾക്കോ മറ്റ് ഡയമെൻഷനിൽ കിടന്ന് അനുഭവിക്കാതെ നമ്മളെ പ്രകൃതി സഹായിക്കുന്നു എന്ന രീതിയിൽ വേണം കരുതാൻ. ഒരിക്കലും പ്രാവുകയോ പിറുപിറുക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളതൊരു വരം അല്ലെങ്കിൽ ഒരു ഗുണമായി കണ്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഇതാണ് ശരിക്കുള്ള അവസ്ഥ. ഇത് അറിവ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് ഇത് മനസ്സിലാവും. എന്ത് കഷ്ടം ഭൂമിയിൽ വരണമെങ്കിലും വിചാരിച്ചോളണം എന്റെ ഏതൊക്കെയോ കർമ്മ ബാലൻസ് ആകും. ചിലപ്പോൾ മുൻ ജന്മത്തിലായിരിക്കാം. ഇനി ഈ ജന്മത്തിൽ സൃഷ്ടാവ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുൻ ജന്മമൊക്കെ അവിടെ കട്ടായി പോയിട്ടുണ്ട്. ഈ ജന്മത്തിലുള്ളതിന്റെ എന്തൊക്കെയായിരിക്കാം ഇത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ദൈവമായിട്ട് എന്റെ മെസ്സേജിലൂടെയൊക്കെ ആ സൃഷ്ടാവ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരികയും ആ തിരിച്ചറിയുകയൊക്കെ ചെയ്ത് നമ്മൾ മാക്സിമം പോസിറ്റീവായി വരുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾക്ക് കഷ്ടം അനുഭവിക്കാതെ സാഹചര്യങ്ങൾ ഒരുക്കി ദൈവം തന്നെ അതിൽ നിന്ന് മാറ്റിത്തരും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരൂല. ഇനി ഈ രോഗിയായ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എങ്ങനെയാണ് അനുഭവം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മനസ്സിന് ഒരിക്കലും രോഗം പിടിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആത്മാവെന്ന് പറഞ്ഞ ഉപബോധ മനസ്സാണ്. ആ മനസ്സ് നമ്മുടെ ആ ശരീരത്തിൽ ഇരുന്ന് വിഷമിക്കുകയും ഒരുപാട് വിഷമം അനുഭവിക്കുകയും കാരണം അത് ശരിയായില്ല, ഇത് തെറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളെല്ലാം ഈ വെറുതെ ഈ രോഗിയെ കിടക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ വരുന്ന കാര്യം വെച്ചിട്ട് പശ്ചാത്താപം വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു അവസ്ഥയിലൊക്കെ മിക്കവരും കിടന്നു പോകണം. അപ്പം മനസ്സിങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. അപ്പം മനസ്സെന്ന് വെച്ചാൽ ഉപബോധ മനസ്സ്, ആത്മാവ് പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കും. പറ്റിപ്പോയല്ലോ ഈ നമ്മുടെ ഉപബോധ മനസ്സ് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പശ്ചാത്തപം വരികയും കുറ്റബോധം വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത്. പിന്നെ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ശരീരത്തിലൂടെ ശരിക്കും നമ്മുടെ ആത്മാവ് ഒരുപാട് വിഷമങ്ങൾ വേദനകൾ അനുഭവിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മുതുഭാഗമൊക്കെ പൊട്ടി ഒലിച്ച് ആ പുഴുവൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നല്ല വേദന വരും. പക്ഷെ ഈ വേദന ഈ മനസ്സ് അനുഭവിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തലച്ചോറിൽ നിന്നുള്ള ആ ഒരു പ്രവർത്തനമൊക്കെ കട്ടായത് കാരണം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം നശിച്ചത് കാരണം അല്ലെങ്കിൽ കട്ടായത് കാരണം കയ്യോ കാലോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ വാ തുറന്ന് എന്റെ മുതു വേദനിക്കുന്നു എന്ന് പറയാനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും നമുക്ക് പറ്റുന്നതുമില്ല. ഈ വേദന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ വേദന അനുഭവിക്കുമ്പോഴാണ് ഈ ഇടയ്ക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞരങ്ങുകയും ഒന്ന് കരയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല വേദനകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നമ്മൾ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വെറുതെ കിടക്കുന്നു. പക്ഷെ പുള്ളി അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു മറുഭാഗത്ത് ഈ മുസ്ലിം ആ ഒരു സിദ്ധാന്തത്തിൽ മരിക്കുന്ന വ്യക്തിയെ ഈ കവറിൽ കൊണ്ട് കിടത്തി അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ ശവപ്പെട്ടിയിൽ കിടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആ കുഴിയിൽ കിടത്തിയതിനു ശേഷം ഖബറിൽ നിന്ന് തന്നെ നരകശിക്ഷ തുടങ്ങും എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതായത് ഈ ബോഡി അവിടെ കൊണ്ട് കിടത്തിയതിനു ശേഷം ചടങ്ങെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴോ സമയമാകുമ്പോൾ ഈ ആത്മാവിനെ തിരിച്ച് ഈ ശരീരത്തിൽ കയറ്റും. ഈ ശരീരത്തിൽ കയറിയതിനു ശേഷം ഈ ശരിക്കും ഭൂമിയിലടിയിൽ ആ മനുഷ്യൻ കിടക്കുകയായിരിക്കും. ഇത് ക്രിസ്ത്യൻ രീതിയിലും അതുണ്ട്, ഇല്ലെന്നല്ല. ആ ആത്മാവ് ശരീരത്തിനകത്ത് കയറിയതിനു ശേഷം ഈ ആത്മാവ് ശരീരത്തിൽ കുടുങ്ങി നിൽക്കവേ ഈ ശരീരം പതുക്കെ അഴുകാൻ തുടങ്ങും. ഇപ്പം ചിലർ പറയും കവിള് ഭാഗത്ത് മണ്ണ് വെക്കുന്ന അല്ലെങ്കിൽ പിറത്ത് മണ്ണിടും എന്നൊക്കെ പറയുമ്പോൾ പിറത്തുള്ള മണ്ണിൽ നിന്ന് ശരിക്കും ആ പെട്ടെന്ന് പുഴു കയറി ഈ ശരീരം അഴുകി തുടങ്ങുമ്പോൾ ഈ പുഴു തിന്ന് അഴുകുന്ന ഈ വേദന എത്രയും ഈ ആത്മാവ് അനുഭവിക്കുന്നു എന്നൊരു കണക്കുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് ദൈവം എന്നെ അടുത്ത് പറയുന്നുണ്ട്. ചില പാപികൾക്ക് അല്ലെ ചില കർമ്മത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കോമാ സ്റ്റേജിൽ കിടക്കുമ്പോഴും തീരെ അവശ നിലയിലൊക്കെ വയ്യാതെ
ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തിൽ കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം പല രീതിയിലും ഈ വേദനകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഈ ആത്മാവിലൂടെ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവിക്കുമ്പോൾ ഇത് നമ്മളെ പറ്റിപ്പോയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് അല്ലെങ്കിൽ അതിന്റെ കർമ്മഫലമാണെന്നുള്ള ഇൻഫർമേഷൻസ് മറ്റ് അദൃശക്തിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പശ്ചാത്താപം വരും. ഇങ്ങനെ പല സംഗതികളും ഈ രോഗിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതോടൊപ്പം തന്നെ ഈ രോഗിയെ പരിചരിച്ച് കൂടെയുള്ളവരുടെ കർമ്മഫലവും ധനവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അതിലൂടെ പണവും സമയവും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ കർമ്മഫലം കുറെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് തെറ്റാണോ ശരിയാണോ? നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുന്ന രോഗിയെ നമ്മുടെ സ്നേഹം കാരണം അല്ലെങ്കിൽ പിടിച്ചു വെച്ച് ഇങ്ങനെ ചികിത്സിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഇത് മറ്റ് അദൃശ്യ ശക്തികളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിനെല്ലാം നിയന്ത്രിക്കുന്നതെല്ലാം ഈ അദൃശ്യ ശക്തികളാണ്. നമുക്കിപ്പോ ഇത് തെറ്റാണെന്ന് വിചാരിച്ച് ആ പുള്ളിയെ കൊല്ലാൻ നമുക്ക് പറ്റുമോ? കൊല്ലാനുള്ള മനസ്സ് നമുക്ക് വരൂല. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ചെയ്താൽ തന്നെ ഉടനെ കൊലക്കുറ്റത്തിന് കേസാകും. അപ്പൊ അങ്ങനെ ചെയ്യാനും പറ്റൂല. എന്നാൽ രഹസ്യമായി മരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കർമ്മഫലം തീർന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസവും കൂടി ഇത് അനുഭവിച്ച് തീരണം എന്ന് ആ വ്യക്തിക്കും നമുക്കും അങ്ങനെ ഒരു വകുപ്പ് കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ മറ്റദൃശക്തികളെ നമ്മുടെ ആത്മാവ് തന്നെ നിയന്ത്രിച്ചിട്ട് അങ്ങനെ ഒരു കടുകയൊന്നും ചെയ്യണ്ട എന്ന ഇൻഫർമേഷൻ തോന്നൽ തന്ന് നമ്മളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കാൻ സമ്മതിക്കൂല. കാരണം അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തീരാതെ നമ്മുടെ മനസ്സോ ഒന്നും ഇങ്ങനെയൊന്നും പ്രിപ്പയറായി വരില്ല. ഇതൊരു വശം. പിന്നെ മൃഗങ്ങൾക്കും ഇവർക്കൊക്കെ ശരിക്കും പെട്ടെന്ന് മരിച്ചങ്ങ് പോകുന്നു. അവർക്കൊന്നും ഇങ്ങനെയുള്ള ഈ മരണത്തെ പിടിച്ചു വെക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനുഷ്യനും അങ്ങനെ പിടിച്ചു വെക്കാനുള്ള വകുപ്പ് ഇല്ല. പക്ഷെ മനുഷ്യന് മരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചില ആധുനിക സഹായങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സയൻസ് ഒക്കെ വികസിച്ചെടുത്ത് ഇങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മറ്റു ശക്തികൾ അല്ലെ ദൈവം ഇനി ഈ രീതിയിൽ ഇങ്ങനെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നതാണ്. അത് ഞാൻ മുൻ മെസ്സേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ എത്രത്തോളം ബുദ്ധിപരമായ രീതിയിൽ പ്രകൃതിയുടെ വ്യവസ്ഥയെ അതിജീവിക്കാനായി ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴും കർമ്മഫലം അനുഭവിച്ച് തീരാനായിട്ട് പ്രകൃതി മറ്റ് ഏതെങ്കിലും വഴിയിലൂടെ ആ സിറ്റുവേഷൻസ് പിന്നെയും മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് പ്രകൃതിയുടെ വ്യവസ്ഥകളെ അതിജീവിച്ച് ജയിച്ച് വരാനൊന്നും പറ്റൂല. നമ്മൾ എങ്ങനെയൊക്കെ സയൻസ് വികസിപ്പിച്ചൊക്കെ കൊണ്ടുവന്നാലും പ്രകൃതിയുടെ വ്യവസ്ഥയെ മറികടന്നും കൊണ്ട് മനുഷ്യന് പൂർണ്ണമായിട്ട് ജയിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നമേ കാലഘട്ടത്തിന്റെ ചേഞ്ച് ഒക്കെ സംഭവിച്ച് ഒരു നാശവും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രകൃതി തന്നെ റീസെറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ പിന്നിലെ വസ്തുത. പിന്നെ ഇതോടൊപ്പം തന്നെ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ രോഗി ഇങ്ങനെ കിടന്ന് അനുഭവിക്കുമ്പോൾ ഈ രോഗിക്ക് ഇപ്പൊ ഒരു മകൻ അല്ലെങ്കിൽ അവരുടെ 2 മക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ ഈ വയസ്സായ ആള് മരിക്കാൻ കിടക്കുമ്പോൾ ഈ അറ്റാച്ച്മെന്റ് കാരണം ശരിക്കും ഈ മക്കള് ഈ പുള്ളിയെ ഇങ്ങനെ പണം കൊടുത്ത് ഇങ്ങനെ ഇട്ടയ്ക്കുമ്പോൾ ആ ആത്മാവ് മരിച്ചാ മതിയേ എന്ന് ദൈവത്തോട് കരയുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ ആത്മാവിനെ അറിയാം സ്വന്തം മക്കള് ഈ അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം മരിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുകയാണെന്നുള്ളത് ഈ വയ്യാടക്കുന്ന ആത്മാവിനറിയാം. അപ്പൊ ഈ ആത്മാവ് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും, എങ്ങനെയെങ്കിലും ഇയാൾ എന്നെ ഒന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്ക് മരണത്തിലും പെട്ടെന്ന് മരിച്ചു പോകാമല്ലോ എന്ന് ശക്തമായി ആഗ്രഹിക്കും. പക്ഷെ എന്ത് ചെയ്യാം? ഈ അറ്റാച്ച്മെന്റ് കാരണം ഇയാൾ അല്ലെങ്കിൽ കൂടെയുള്ളവർ മരിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ആത്മാവ് സ്വാഭാവികമായിട്ടും ജീവിച്ചിരുന്നപ്പോ അറ്റാച്ച്മെന്റ് കട്ട് ചെയ്ത് പഠിക്കാത്തത് ഈ ഒരു അവസ്ഥയിൽ കിടന്നും കൊണ്ടും മാനസികമായിട്ടും ഇവരെയൊക്കെ മനസ്സുകൊണ്ട് പുച്ഛിച്ച് അല്ലെങ്കിൽ എതിർത്ത് താനെ അറ്റാച്ച്മെന്റ് പഠിച്ചിരിക്കും. കാരണം എത്രത്തോളം സ്നേഹം കാണിച്ചാല് സ്നേഹത്തിലായിരുന്നത് കൊണ്ടാണല്ലോ അവസാന കാലത്ത് മക്കളൊക്കെ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. ഇവനൊക്കെ എന്നും നന്നാവും, ഇവരൊക്കെ എന്ത് തിരിച്ചറിയാത്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി സ്വന്തം മക്കളെ വെറുത്തു തുടങ്ങും. അനുഭവിച്ച് ഇങ്ങനെയും ഇതിന്റെ അകത്ത് സംഭവിക്കും. മക്കളെ എന്നല്ല, ചിലപ്പോൾ മാതാപിതാക്കളെ തന്നെ ഈ മക്കള് വെറുത്തു തുടങ്ങും. ഇപ്പൊ കോമാ സ്റ്റേജിലൊക്കെ വയ്യാതെ കിടക്കുന്ന മക്കളാണെങ്കിൽ ഈ മാതാപിതാക്കൾ ഈ സ്നേഹം കാരണം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ഈ ആത്മാവിന് വെപ്രാളം വരും. കാരണം കിടന്ന് അനുഭവിച്ചുകൊണ്ടേയിരിപ്പുണ്ട്, മോക്ഷം കിട്ടി പോകാൻ പറ്റുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആത്മാവ് ആ സമയത്തും പ്രകൃതിയുടെ പല വ്യവസ്ഥകൾ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റാച്ച്മെന്റ് കട്ട് ചെയ്ത് ഈ ആത്മാവ് പഠിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ആത്മാവ് അടുത്ത ജന്മമെടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വന്തം മാതാപിതാക്കളോടോ മറ്റുള്ളവരോടോ ജന്മനാൽ പോലും അധികം അറ്റാച്ച്മെന്റ് പാടില്ല എന്ന ഒരു വസ്തുതയിലായിരിക്കും വളരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ടല്ലോ. നമ്മളിപ്പോ ചിലരെ കണ്ടിട്ടില്ലേ, എത്ര മക്കളെയൊക്കെ എങ്ങനെയൊക്കെ സ്നേഹിച്ച് വളർത്തിയാലും അവർ പ്രായമാകുമ്പോൾ അവര് അറ്റാച്ച്മെന്റ് കട്ട് ചെയ്ത് അവരുടെ കാര്യം നോക്കി പോകും. കാരണം ഇത് കഴിഞ്ഞ ജന്മത്തിലൂടെ ഈ അറ്റാച്ച്മെന്റിലൂടെയൊക്കെ എന്തൊക്കെയോ അനുഭവിച്ച് പഠിച്ചത് കൊണ്ടാണ് അടുത്ത ജന്മത്തിൽ സ്വന്തം മാതാപിതാക്കളോടത്ത് പോലും ഭയങ്കരമായ അറ്റാച്ച്മെന്റ് വരാത്തത്. ഇത് അവരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കടമ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെന്നില്ല, അറ്റാച്ച്മെന്റ് അല്ല അവിടെ വിഷയം.
അറ്റാച്ച്മെന്റ് കട്ട് ചെയ്തുകൊണ്ട് ഈ കടമ എന്നുള്ള സാധനം ചെയ്യണം. അപ്പൊ നേരത്തെ ഇപ്പൊ എന്റെ അടുത്ത് ഈ സംശയം ചോദിക്കുന്ന ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് സംശയം ചോദിച്ച ഒരാൾ ചോദിച്ചത് അവർക്ക് അങ്ങ് മരിക്കാൻ വിട്ടുകൊടുക്കണല്ലേ നല്ലത്, ശരിക്കും അവരെന്തിനു നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് നരകിപ്പിക്കുന്നു, അത് ശരിയല്ലല്ലോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ ആത്മീയത്തിൽ വളർന്നു, അവർക്ക് ഈ അറ്റാച്ച്മെന്റ് വരാത്തത് കണ്ട അവർ ആ ആത്മാവിനെ സ്വതന്ത്രമായി വിടുന്നതല്ലേ നല്ലതെന്ന് ചിന്തിക്കണേണ്ട. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? നമ്മളാരും സ്വന്തം എത്ര വയ്യാറുന്നാലും എത്ര കോമാ സ്റ്റേജിൽ എങ്ങനെ കിടന്നാലും അയ്യോ മരിക്കല്ലേ മരിക്കല്ലേ എന്ന് ആഗ്രഹിച്ച് പിടിച്ചു വെക്കുന്ന മനസ്സാണ് നമുക്ക് ചുറ്റും എല്ലായിടും നമ്മൾ കാണുന്നത്. അപ്പം ഈ മനസ്സിനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിട്ട് അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് പ്രകൃതി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രകാരം എന്തെങ്കിലും കൂടെയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. 2ാം ഭാഗം നിലയിൽ ബാക്കി ചില കാര്യങ്ങളും കൂടി പറയാം. ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്. ഓക്കെ.